കേരളത്തില് 99% പുരുഷന്മാരും മദ്യപിക്കുന്നവരാണ്. നല്ലൊരു ശതമാനം സ്ത്രീകളും മദ്യപിക്കും. എന്നാൽ 90 അല്ല 100% ആൾക്കാരും മദ്യവിരുദ്ധരുമാണ്. മദ്യം അത് പാടില്ല, അത് വരാൻ പാടില്ല, മദ്യം വിപത്താണ് എന്ന് പറയുന്നവരാണ്. ഈ മദ്യത്തെ അകറ്റി നിർത്തി ഇവിടെ MDMA അതുപോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ നമ്മുടെ ചെറുപ്പക്കാരെ പിടികൂടി അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യം ചരിത്രാതീത കാലം മുതൽ മനുഷ്യനോടൊപ്പമുള്ള ഒരു ലഹരിയാണ്. മദ്യം ഒരു കാരണവശാലും ഒരിക്കലും തടയാൻ പറ്റുന്ന ഒരു ലഹരിയല്ല. മറ്റു ലഹരിയേക്കാൾ തുലവും കേട് കുറഞ്ഞ ലഹരിയാണ് മദ്യം. പുകയിലേക്കാൾ കേട് കുറവാണ് മദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ മദ്യത്തെ ഇത്രയേറെ എതിർക്കേണ്ടുന്ന കാര്യം എന്താണ്? നമ്മളെല്ലാം എത്രയോ ഇരട്ടി ടാക്സ് കൊടുത്താണ് മദ്യപിക്കുന്നത്. വെറും 100 രൂപയുടെ മദ്യത്തിന് 1600, 10, 15, 20 ഇരട്ടി ടാക്സ് കൊടുത്താണ് മദ്യപിക്കുന്നത്. ഈ മദ്യപന്മാരെ സർക്കാരും ജനവും കാണുന്നത് വെറും നികൃഷ്ടരായിട്ടാണ്. മദ്യം വാങ്ങിക്കാൻ ചെല്ലുന്നവൻ ഏതാണ്ട് ഭിക്ഷയ്ക്ക് ചെല്ലുന്ന രീതിയിലാണ് കാണുന്നത്. ഈ മദ്യത്തിന്റെ ഔട്ട്ലെറ്റുകൾ വഴി മാത്രം വിൽക്കാതെ വലിയ മോളുകൾ വഴിയും കടകളിലും ഒക്കെ കൊടുത്ത് വിൽക്കണം. മദ്യം യഥേഷ്ടം ലഭിക്കണം. മദ്യം വിൽക്കുന്ന സർക്കാർ മദ്യം കുടിക്കാനുള്ള സ്ഥലം കൂടെ കൊടുക്കണം. കാരണം അത്രയേറെ ടാക്സ് വാങ്ങിക്കുന്നതാണ്. തമിഴ്നാട്ടിലൊക്കെ ഒരു മദ്യ ഷോപ്പിന്റെ സൈഡിൽ തന്നെ ഒരു ഷെഡ് കെട്ടി അവർക്ക് അവിടെ ഇരുന്ന് യഥേഷ്ടം മദ്യപിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ മദ്യം വാങ്ങിച്ചു കൊണ്ടുവന്നാൽ റോഡിലിറങ്ങും മുമ്പ് പോലീസ് പിടിക്കും, എക്സൈസ് പിടിക്കും. അവിടെ കാത്തിരിക്കുക. അവൻ രാവിലെ മുതൽ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്ന് ഒരു ക്വാർട്ടർ വാങ്ങിച്ച് അത് എവിടെയെങ്കിലും പൊടുക്കിനകത്ത് കയറി നിന്ന് അടിച്ച് പോകുമ്പം വഴിയിൽ നിന്ന് പിടിക്കും. അല്ല അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിടിക്കും. ഈ പിടിക്കുന്നത് മുഴുവനും പാമ്പ് പിടിച്ചവരെയാണ് പിടിക്കുന്നത്. വലിയ ധനാഢ്യന്മാർക്കും കഴിവുള്ളവർക്കും ഒക്കെ മദ്യം വാങ്ങിക്കൊണ്ടുപോയി നല്ല AC റൂമിലിരുന്ന് മദ്യപിക്കാൻ കഴിയും. പക്ഷേ ഒരു ദിവസം 1000, 500 ഒക്കെ വരുമാനമുള്ള ഒരാൾ ഒന്ന് മദ്യപിക്കണമെന്ന് വെച്ചാൽ അവന് വഴി നിന്നേ മദ്യപിക്കാൻ പറ്റൂ. അപ്പോൾ അവൻ ഇരുന്ന് മദ്യപിക്കാനുള്ള ഒരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം. സർക്കാർ മദ്യപന്മാരോട് കാണിക്കുന്നത് നന്ദികേടാണ്. കാരണം അവൻ്റെ കാശ് മുച്ചൂടും പിടുങ്ങി മൊത്തം കൈക്കലാക്കിയിട്ട് അവനെ വഴിയിൽ ഓടിച്ചിട്ട് പിടിക്കുക, അവനെ നികൃഷ്ടജീവിയായിട്ട് കണക്കാക്കുക. അത് മാറണം. നിങ്ങൾ ഗോവയിൽ പോയിട്ടുണ്ടോ? ഗോവയിൽ മുക്കിന് മാടക്കട പോലെ മദ്യഷോപ്പുകളാണ്. അവിടെ ഒരാളും മദ്യപിച്ച് വഴി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ അവിടെ നിന്ന് ചീത്ത വിളിക്കുന്നത് കണ്ടിട്ടില്ല. ഇനി അഥവാ അവിടെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അത് മലയാളിയായിരിക്കും, അല്ലാതെ അവിടുത്തുകാരും ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മദ്യം വളരെ വിലക്കുറവിൽ അവിടെ കിട്ടും. ആരും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. മദ്യ ലഭ്യത ഒരിക്കലും മദ്യപാനശീലം കൂട്ടും എന്ന് പറയുന്നത് ശരിയല്ല. ഏത് സാധനമായാലും ലഭ്യമാകാതിരിക്കുമ്പോൾ അത് ലഭ്യമാക്കാനുള്ള ഒരു ത്വര മനുഷ്യനുണ്ട്. അതാണ് ഈ തീവ്രമായ ത്വരയായിരിക്കും. അപ്പോൾ എന്ത് റിസ്ക്കും എടുക്കും. ഗുജറാത്തിൽ മദ്യനിരോധനമുണ്ട്. അവിടെ മദ്യം ഒഴുകുന്നില്ലേ? ധാരാളം ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഒരു കുഴപ്പം സർക്കാർ കിട്ടുന്ന ടാക്സ് കിട്ടില്ല. എന്നാൽ ചില മദ്യ ലോബികൾ നന്നായി പണം ഉണ്ടാക്കുകയും ചെയ്യും. സൗദി അറേബ്യയിൽ വരെ മദ്യം ഇപ്പോൾ കൊടുത്തു തുടങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഈ ഇടത് വലത് കക്ഷികളെല്ലാം മദ്യം ശരിയല്ല, മദ്യത്തിന്റെ വീര്യം കുറഞ്ഞ മദ്യം വേണ്ട, വീര്യം കൂടിയത് വേണ്ട, ഒന്നും വേണ്ട, ബാറ് വേണ്ട, ഔട്ട്ലെറ്റുകൾ വേണ്ട, മദ്യപന്മാരെ എവിടെയെങ്കിലും വഴിയിലിട്ട് തൊഴിക്കണമെങ്കിൽ തൊഴിക്കാം. മദ്യപന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. എന്നാൽ എല്ലാവരും മദ്യപിക്കുകയും ചെയ്യും. ആഴ്ചയിലൊരിക്കലല്ല, മാസത്തിലൊരിക്കലല്ല, വർഷത്തിലൊരിക്കൽ മദ്യപിക്കുന്ന ആളാണെങ്കിലും അവനും ഒരു മദ്യപനാണ്. അവനും ഈ മദ്യത്തിനോടൊരു ആസക്തിയുണ്ട്. ഫിസിക്കൽ അഡിക്ഷൻ ഇല്ലെങ്കിലും അവനൊരു മെന്റൽ അഡിക്ഷൻ ഉണ്ട് മദ്യത്തിനോട്. അങ്ങനെ പുച്ഛിച്ച് തള്ളാൻ പറ്റുന്ന ഒരു വിഭാഗമല്ല മദ്യപന്മാർ. ഞാൻ പറഞ്ഞില്ലേ, 99.99% ആൾക്കാരും കേരളത്തിലെ മദ്യപിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ അത് കേരളത്തിലാണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആരുണ്ട് മദ്യപിക്കാത്തത്? കൊച്ചു കുട്ടികളോ വല്ലതും ഉണ്ട്? പുരുഷന്മാരിൽ 99.99 ആൾക്കാരും മദ്യപിക്കുന്നവരാണ്. സ്ത്രീകളിൽ ഇപ്പം നന്നായി മദ്യപിക്കുന്നവരുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നന്നായി മദ്യപിക്കുന്നവരുണ്ട് സ്വകാര്യമായി. അവർക്കും മദ്യപിച്ചൂടെ? സ്ത്രീകളായതുകൊണ്ട് അവർക്ക് മദ്യത്തിന്റെ ആസ്വാദ്യത്തെ അറിയണ്ടെന്ന് ഇല്ലല്ലോ. ഇത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ, അവർക്ക് യഥേഷ്ടം അവസരം ഉണ്ടാക്കി കൊടുക്കുക.
കാശ് വാങ്ങിച്ചിട്ട് അവനെ വഴിയിലിട്ട് ചവിട്ടുന്നത് തെണ്ടിത്തരമാണ്, തെമ്മാടിത്തരമാണ്. സർക്കാരിനോട് എനിക്ക് അതാണ് പറയാനുള്ളത്. നിങ്ങൾ മദ്യം യഥേഷ്ടം വിറ്റുകൊള്ളുക, ടാക്സ് വാങ്ങിച്ചുകൊള്ളുക, മദ്യപന്മാരെ മാന്യമായി പരിഗണിക്കാനുള്ള നടപടി ഉണ്ടാകണം. ബിവറേജസിന്റെ വിൽപ്പനശാല ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ തന്നെ മദ്യപിക്കാനുള്ള ഒരു ഷെഡെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അവൻ അവിടെ നിന്ന് മദ്യപിച്ചിട്ട് പൊക്കോളും. വഴിയിൽ നിന്ന് മദ്യപിക്കുമ്പോഴല്ലേ പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ ഉണ്ടാവണം. മദ്യപന്മാർക്ക് വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ ആ മഹാ തെണ്ടിയും മോശക്കാരനും ചെറ്റയുമായി പറയുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ. പ്രബുദ്ധന്മാരല്ലേ, വ്യഭിചരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ വേശ്യകളെ ഇഷ്ടമല്ല. അതാണ് നമ്മുടെ സ്ഥിതി. വ്യഭിചരിക്കണം, അത് പതുക്കെയൊക്കെ പമ്മി പോയി വ്യഭിചരിക്കും. പക്ഷെ പകൽ വേശ്യകളെ കണ്ട ചേ. അതാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ രീതിയും നമ്മുടെ മാനവികതയും ഒക്കെ അതാണ്. നന്ദി, നമസ്കാരം.